ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാറോസ് കിച്ചൻ. നമുക്ക് ചോറുണ്ണാനായിട്ട് ഏറ്റവും സ്വാദിഷ്ടമായ ഒരു കറിയാണ് കുമ്പളങ്ങ പുളിശ്ശേരി. ഇപ്പോൾ ഞാൻ ഇത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓണസദ്യയ്ക്കും അതുപോലെ വീടുകളിൽ എപ്പോഴും നമുക്ക് ഇത് തയ്യാറാക്കി വെച്ചിരുന്നാൽ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇത് നല്ല ഇഷ്ടമാണ് ഈ കറി. അതുപോലെ തന്നെ മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. പുളിശ്ശേരി ഇല്ലാത്ത സദ്യവട്ടമില്ല. അപ്പോൾ ഇതുപോലെ എങ്ങനെയാണ് ഇത്ര സ്വാദിഷ്ടമായിട്ട് പുളിശ്ശേരി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് കുമ്പളങ്ങ പുളിശ്ശേരി തയ്യാറാക്കിയാലോ? അതിനായിട്ട് ഞാൻ പകുതി കുമ്പളങ്ങ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇതിൻ്റെ തോടെല്ലാം ഒന്ന് മാറ്റി ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഞാനിപ്പോൾ കുമ്പളങ്ങ എല്ലാം അതിൻ്റെ പുറം തോടെല്ലാം കളഞ്ഞ് അതിനകത്തെ ഈ പാഴ്സ്, ഇങ്ങനെ പാഴ്സ് ഉണ്ട് അതിനകത്ത്, അതിൻ്റെ സീഡുമായിട്ടിരിക്കുന്നത്, അതെല്ലാം കളഞ്ഞ് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിന് വേകുന്നതിനാവശ്യമായ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. മതി, ഇത്രയും മതി. ഇത്രയും വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നെക്കൊക്കെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, വേകുന്നതിനാവശ്യമായ വെള്ളം. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഇടുന്നത് ചെറിയ ഉള്ളി. നമുക്ക് ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിടാം. ഇങ്ങനെ നമ്മൾ ഉള്ളി ഇടുമ്പം പിന്നെ നമ്മൾ അരപ്പ് ചേർക്കുമ്പോൾ ഉള്ളി ചേർത്ത് അരയ്ക്കണ്ട. അപ്പം ഞാൻ 2 ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇടേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് 4 എണ്ണം ഞാൻ ഇതുപോലെ കീറി ഇടുകയാണ്. പച്ചമുളകും ചെറിയ ഉള്ളിയും മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ 4 പച്ചമുളക് കീറി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗവിന്മേൽ വെച്ച് നമുക്ക് തീ കത്തിക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ കുമ്പളങ്ങ മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 10 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം, ഇതൊന്ന് വെന്ത് വരുന്നതിനായിട്ട്. അത് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. കുമ്പളങ്ങ വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. നമുക്ക് അരച്ച് ചേർക്കുന്നത് എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ കുമ്പളങ്ങ, പകുതി കുമ്പളങ്ങയും മുഴുവൻ ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്, അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് അനുസരിച്ചുള്ള തേങ്ങയാണ് എടുക്കേണ്ടത്. അപ്പം ഒരു മുറി തേങ്ങ, തീരെ ചെറുതല്ല, മീഡിയം തേങ്ങയുടെ 1 മുറി തേങ്ങ ഞാൻ ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത്, അതിനകത്ത് ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 പച്ചമുളക് അരച്ചാൽ മതി. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ജീരകമാണ്. ജീരകം ഞാൻ ഇത്രയും ജീരകം എടുത്തിട്ടുണ്ട്. ജീരകം 3/4 സ്പൂണോളം ജീരകം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നു. ഇനി ഇത് 3ഉം കൂടെ നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തുകൊണ്ട് വരട്ടെ. ഞാൻ ഇപ്പോൾ അരപ്പ് ഞാൻ നൈസായിട്ട് അരച്ചെടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ പേസ്റ്റ് പരുവത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് അടുപ്പിൽ വെച്ചിരിക്കുന്ന നമ്മുടെ കുമ്പളങ്ങ വെന്തോന്ന് നോക്കാം. തുറന്ന് നോക്കാം. കുമ്പളങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഉണ്ട്, കണ്ടോ? നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളവും പിന്നെ കുമ്പളങ്ങയിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും, എല്ലാം കൂടെ നന്നായിട്ട് ഇപ്പം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുള്ള അരപ്പ് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതുപോലെ മഞ്ഞൾ കുറവുണ്ട്. ആദ്യം നമ്മൾ സ്വല്പം മഞ്ഞളെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അല്പം മഞ്ഞളും കൂടെ മഞ്ഞൾ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ തൈര് ഒഴിക്കുമ്പോഴത്തേക്കും മഞ്ഞളിൻ്റെ കളറ് നമുക്ക് പുളിശ്ശേരിക്ക് കിട്ടത്തില്ല. അപ്പോൾ സ്വല്പം മഞ്ഞളും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പിന് അധികം വെള്ളമൊന്നും കൂടിപ്പോയിട്ടില്ല. അതുകൊണ്ട് നമുക്കൊരു സ്വല്പം വെള്ളവും കൂടെ, അരപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും വെള്ളമുണ്ട്, ഇത്രയും വെള്ളം വേണം. ഇതിൽ നിന്നും കുറച്ചാണ് വെള്ളം ഇരിക്കുന്നെങ്കിൽ നമുക്ക് അല്പം ഇതുപോലെ വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ തൈര് ഒഴിക്കുമ്പോഴത്തേക്കും അത് നന്നായി വന്നോളൂ. ആദ്യം നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പ് കല്ല് കലക്കിയെടുത്ത് വെച്ച ഉപ്പ് നീരാണ് ഒഴിക്കുന്നത്. നമുക്ക് ഉപ്പ് നീര് ചേർത്ത് കൊടുക്കാം. ഇനി മിക്സ് ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നതിനായിട്ട്
വെയിറ്റ് ചെയ്യാം. ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് തൈര് കടഞ്ഞെടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാൻ. 1/2 ലിറ്റർ തൈര് എടുത്ത് ഞാൻ ഉടച്ചെടുക്കുകയാണേ. നമ്മളിപ്പോൾ തൈര് എടുക്കുമ്പോൾ എന്തുമാത്രമാണ് പുളിശ്ശേരി വെക്കാനായിട്ട് കുമ്പളങ്ങ എടുക്കുന്നോ അതനുസരിച്ച് നമുക്ക് തൈര് ഒഴിക്കാം. അപ്പോൾ ഞാൻ കൂടുതൽ എടുത്തിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ 2 കപ്പ് തൈരോളം ഞാൻ കടഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് തണുക്കാൻ വെക്കണം. തണുക്കാൻ വെച്ചതിന് ശേഷം മാത്രമേ തൈര് ഒഴിക്കാവുള്ളൂ, ഇല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. അപ്പോൾ അല്പനേരം തണുക്കട്ടെ, എന്നിട്ട് നമുക്ക് തൈര് ഒഴിക്കാം. പുളിശ്ശേരി 2 മിനിറ്റ് തണുത്തിട്ടുണ്ട്. നമുക്കിനി ഈ തൈര് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കുമ്പളങ്ങ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കടുക് പൊട്ടിച്ചൊഴിക്കാം. ഈ സമയത്ത് നമ്മൾ ഉപ്പെല്ലാം നോക്കണം. ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഉപ്പൊക്കെ ചേർത്ത് കറക്റ്റാക്കി വെക്കണം. ഇനി നമുക്ക് പുളിശ്ശേരിക്ക് കടുക് പൊട്ടിക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ സ്റ്റൗവിന്മേൽ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. ഞാൻ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. സ്റ്റൗ നമുക്ക് കുറച്ച് വയ്ക്കാം. കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ വറ്റൽമുളക് മുഴുവൻ വറ്റൽമുളക് എടുത്തിട്ട് അതിൻ്റെ അരിയെല്ലാം നമ്മൾ കൊട്ടിക്കളയണം. അതിനുശേഷം നമുക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം നമുക്കിത് ഇളക്കാനായിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വറ്റൽമുളക് കരിഞ്ഞു പോകും. ഇപ്പോൾ നമ്മൾ കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുമ്പളങ്ങ പുളിശ്ശേരിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കുമ്പളങ്ങ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടമായ ഒരു കറിയാണിത്. നിങ്ങളെല്ലാവരും ഈ കുമ്പളങ്ങ പുളിശ്ശേരി ഒന്ന് തയ്യാറാക്കി നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചാറുകറിയാണ് കുമ്പളങ്ങ പുളിശ്ശേരി. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചോറ് വേണ്ടാന്ന് പറയുന്ന കുഞ്ഞു കുട്ടികൾ പോലും ചോറുണ്ണുന്ന ഒരു നല്ല കറിയാണിത്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു കറിയാണിത്. ഇതെല്ലാവരും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ വേണം. താങ്ക്